മലപ്പുറം താനൂരിലും വോട്ടിന് പണം ഓഫർ. ലീഗ് സ്ഥാനാർത്ഥി PK നവാസിന് 300 വോട്ട് ലീഡ് നൽകുന്ന ബൂത്തുകൾക്ക് 10,000 രൂപയാണ് ഓഫർ. കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ബൂത്തിന് 25,000 രൂപ. താനൂർ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങളാണ് ഓഫർ നൽകിയത്. താനൂരിലെ PK നവാസ് സാഹിബിന് താനൂർ നിയോജക മണ്ഡലത്തിലെ 300-ലധികം വോട്ട് ലീഡ് ലഭിക്കുന്ന ബൂത്ത് കമ്മിറ്റികൾക്ക് 10,000 രൂപ വെച്ചിട്ട് നിയോജക മണ്ഡല യൂണിയൻ കമ്മിറ്റി കൊടുക്കും. അതുപോലെ അതെത്ര ബൂത്തുണ്ടെങ്കിലും അതുപോലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് വരുന്ന ലീഡ് ലഭിക്കുന്ന ബൂത്ത് കമ്മിറ്റിക്ക് നിയോജക മണ്ഡല യൂണിയൻ കമ്മിറ്റിയുടെ വക 25,000 രൂപയും അതുപോലെ രണ്ടാം സ്ഥാനം ലഭിക്കുന്ന ബൂത്ത് കമ്മിറ്റിക്ക് 15,000 രൂപയും മൂന്നാം സ്ഥാനം ലഭിക്കുന്ന ബൂത്ത് കമ്മിറ്റിക്ക് 10,000 രൂപയും നിയോജക മണ്ഡല യൂണിയൻ കമ്മിറ്റി കൊടുക്കുന്നതാണ്. ചെയർമാൻ രത്നാകരൻ ഇവിടെ ഉണ്ട്, അഷ്റഫാഖുണ്ട്. ലീഗ് സ്ഥാനാർത്ഥി PK നവാസിന് വോട്ട് ചെയ്താലുള്ള പണം നൽകുന്നതിന്റെ ഓഫറിനെ പറ്റിയാണ് നമ്മൾ കേട്ടത്. അതിന്റെ പ്രതികരണമാണ് അല്ലെ, അല്ലെങ്കിൽ ആ ഓഫർ പറയുന്നതാണ് കേട്ടത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹീദ്, അതായത് നിലവിൽ വോട്ട് ചെയ്താൽ ഭൂരിപക്ഷം നേടിക്കൊടുത്താൽ പണം നൽകാമെന്നുള്ളതാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ലേ? അക്ഷയ, തീർച്ചയായും അത് അങ്ങനെ തന്നെ പ്രാഥമികമായി കണക്കാക്കേണ്ടി വരും. ഇന്നലെ ഈ തവനൂർ മണ്ഡലത്തിൽ സമാനമായ രീതിയിലുണ്ടായിരുന്നു. അവിടെ ബാബ ഹാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഈ രീതിയിൽ പരസ്യമായി വേദിയിൽ വെച്ച് ഇങ്ങനെ കൂടുതൽ വോട്ട് നേടുന്ന ബൂത്ത് പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് വിദേശയാത്രയ്ക്ക് ഓഫർ ചെയ്തിരുന്നു. അത് പിന്നീട് പെരുമാറ്റച്ചട്ട ലംഘനമായി കണ്ടെത്തി അത് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിറ്റേ ദിവസം തന്നെയാണ് ഇപ്പോൾ ഈ താനൂരിലും സമാനമായ രീതിയിൽ ഈ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഇരിക്കുന്ന ഒരു യോഗത്തിൽ വെച്ചാണ്, പാർട്ടിയുടെ ഒരു UDFന്റെ ഒരു യോഗത്തിൽ വെച്ചാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ KN മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം ഇത്തരം ഒരു വാഗ്ദാനം നൽകുന്നത്. അതായത് നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് 300-ലധികം ഭൂരിപക്ഷം വരുന്ന ബൂത്ത് കമ്മിറ്റികൾക്ക് ഈ രീതിയിൽ 10,000 രൂപ വാഗ്ദാനം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം കൂട്ടുന്നവർക്ക് 25,000-ഉം 15,000-ഉം 10,000-ഉം ഒക്കെ അങ്ങനെ പണം ആണ് പ്രധാനപ്പെട്ട ഓഫർ. നമുക്ക് പലപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ കണ്ടതാണ് ഈ വോട്ടർമാർക്ക് നേരിട്ട് പണം കൊടുക്കുന്നതൊക്കെ, പല ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ വോട്ടർമാർക്ക് പണം നൽകുന്നില്ല എന്നുള്ളൂ. പക്ഷേ കമ്മിറ്റികൾക്ക് ഇങ്ങനെ പണവും സ്വാഭാവികമായിട്ടും ആ പണം അവർക്ക് കിട്ടാൻ വേണ്ടി ആരാണോ വോട്ട് ചെയ്യാത്തത്, ആ വോട്ട് എവിടെയാണോ തങ്ങളുടെ വോട്ട് പോവുക അവിടെ പോയി വോട്ട് ചെയ്യിപ്പിക്കാൻ അവര് നടപടി നീക്കങ്ങൾ നടത്തുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് വോട്ടർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കുന്നു. പക്ഷേ ഇത് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യയിലൊക്കെ കേട്ട മോഡലാണ് ഇവിടെ. അതും ഒരു പൊതുയിടത്ത് വെച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ല. അവിടെ മൊബൈലിൽ വേറൊരാൾ മൊബൈലിൽ ചിത്രീകരിക്കും, നമുക്ക് കിട്ടിയ വിഷ്വലിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വളരെ കൂളായിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു മാതൃകാ പെരുമാറ്റ ചട്ടലംഘനം. പക്ഷേ അതാണ് പ്രത്യേകിച്ചും ഈ മുസ്ലിം ലീഗിന്റെ നല്ല ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളാണ്. കഴിഞ്ഞ തവണയൊക്കെ താനൂരിൽ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടു, 2 തവണയായി പരാജയപ്പെട്ടതാണ്. പക്ഷേ തവനൂരിലും സമാനമായ രീതിയിൽ. പക്ഷേ ഇത്തവണയൊക്കെ അത് വലിയ പ്രതീക്ഷയോടുകൂടി അവിടെ ആ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാർ തന്നെ, സംസ്ഥാന നേതാക്കന്മാർ തന്നെ ഇങ്ങനെ ഒരു ഓഫർ നൽകുന്നത് എന്നുള്ളതാണ് ആ രീതിയിലുള്ളൊരു വിചിത്രമായൊരു നടപടി ഉണ്ടാകുന്നത്. ലീഗിൽ നമ്മളങ്ങനെ ഈ രീതിയിൽ പരസ്യമായി ഇങ്ങനെ പണം ഓഫർ ചെയ്യുന്നതൊന്നും നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതാണിപ്പോൾ ഈ താനൂരിലും ഇപ്പോൾ സമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെ പരാതികൾ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പരാതി പോവുകയാണെങ്കിൽ കേസിലേക്ക് പോകാനും താനൂരിലെ സംഭവം കേസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ ഇനി പ്രതീക്ഷിക്കുകയാണ്. ജില്ലാ കളക്ടറുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് മുൻപിലേക്ക് എത്തും. ചട്ടലംഘനം പരിശോധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രതികരണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.